അല്പനേരത്തേക്കുള്ള ചില പ്രതികൂലങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് അത് വളരെ അനുഗ്രഹമായി തീരും. പ്രഭാത വന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ തക്കവണ്ണം തമ്പുരാൻ നമുക്ക് വീണ്ടും ഒരവസരത്തെ കൂടി ഒരുക്കി തന്നു. കഴിഞ്ഞ രാത്രികാലം ഉറങ്ങാൻ കിടന്ന അനേകർ ഈ പ്രഭാതം കാണാതെ ഈ ലോകത്തിൽ നിന്ന് അവർ യാത്ര പറഞ്ഞു പോയി. എന്നാൽ അവരുടെ മധ്യത്തിൽ പിന്നെയും ഒരു പ്രഭാതത്തെ കാണുവാൻ തക്കവണ്ണം തമ്പുരാൻ നമുക്ക് ഒരു ദിവസത്തെ ആയുസ്സിനെ കൂടെ ശേഷിപ്പിച്ച് തന്നേക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങൾ നമുക്ക് വളരെ പ്രയാസങ്ങളും വേദനകളും ഉണ്ടാക്കും. എന്നാൽ അല്പ നേരത്തെ ചില പ്രതികൂലങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ അത് ഒരു വലിയ അനുഗ്രഹമായി തീരും. ചില അനുസരണക്കേട് മൂലം നമ്മുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ വരാറുണ്ട്. യോനയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് യോനായോട് യഹോവ ദൈവം പറഞ്ഞു, നീ നിനവേലേക്ക് പോകണം, അവിടെ ചെന്ന് അതിന് വിരോധമായിട്ട് സംസാരിക്കണം. ഒന്ന് നോക്കി, അനുകൂലമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ യോന പെട്ടെന്ന് പോയനേമായിരുന്നു. എന്നാൽ ആ പട്ടണത്തിൽ ചെന്ന് ആ പട്ടണത്തിന് വിരോധമായിട്ട് സംസാരിക്കണമെന്നാണ് യഹോവ ദൈവം യോനായോട് പറഞ്ഞത്. അതുകൊണ്ട് യോന ഏറ്റവും ഭയപ്പെട്ടു. കാരണം അവിടെ ആ പട്ടണത്തിലുള്ള ജനങ്ങളൊക്കെയും വളരെ ക്രൂരന്മാരാണ്. അതുകൊണ്ട് യോന ഭയപ്പെട്ടു. താൻ തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറി. നോക്കണമേ, ദൈവം നീ മുന്നോട്ട് പോടാ എന്ന് പറഞ്ഞ സ്ഥാനത്ത് അവന് ഇഷ്ടമുള്ള വഴിയിലെ അവിടെ തിരിച്ചു വിട്ടു. ഇഷ്ടമുള്ള വഴിയിലേക്ക് പോയി. എന്നാൽ ദൈവം ഒരു കാര്യം ഒരാളെ കൊണ്ട് ചെയ്യിക്കുവാൻ ഒരുങ്ങിയാൽ എത്ര പോയെന്ന് പറഞ്ഞാലും അവിടുന്ന് പിടിച്ച് കെട്ടി നമ്മളെ കൊണ്ടുവന്ന് ആ കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്ഥലം അനുസരണക്കേട് കാണിക്കാറുണ്ട്. പറയുന്ന ആലോചന അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ പോകുന്നുണ്ട്. അനേകർക്കും ജീവിതത്തിൽ അത് വളരെ കഷ്ടങ്ങളും ദുരിതങ്ങളുമായി തീർന്നിട്ടുണ്ട്. എന്നാൽ പിന്നത്തേതിലോ അത് വളരെ അനുഗ്രഹമായി തീരും. ഇതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. നീ നിനവേ പോകാൻ പറഞ്ഞു, പക്ഷേ നിനവേലോട്ട് പോയില്ല. എന്നാൽ യോനായാണ് ദൈവം കണ്ടിരിക്കുന്നത്. നിനവേൽ ചെന്നിട്ട് നല്ലൊരു ശുശ്രൂഷ നടത്തിയിട്ട് അവിടുത്തെ ജനത്തിന് ഒരു മാനസാന്തരം ഉണ്ടാകണം. കാരണം ആ പട്ടണം നശിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാൽ അതിന് മുന്നായിട്ട് ആ പട്ടണമുള്ള ജനങ്ങൾക്ക് ഒരു മാനസാന്തരം ഉണ്ടായാൽ എന്തിനാണ് ആ പട്ടണം നശിപ്പിക്കുന്നത്? ആരെയും നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരിക്കലും ഒരുങ്ങത്തില്ല. എല്ലാവരും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മൾ സ്വയമേ നശിക്കുവാൻ വേണ്ടി തീരുമാനിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനൊക്കെ? അപ്പം യോന അനുസരണക്കേട് കാണിച്ച കാരണം ചില കഷ്ടങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു. കപ്പലിൽ കയറിയെങ്കിലും ആ കപ്പലിന് പ്രശ്നമുണ്ടാക്കിയിട്ട് ആ കപ്പലിൽ നിന്ന് യോനായെ എടുത്ത് എവിടെ കളഞ്ഞു? കടലിൽ കളഞ്ഞു. എന്നാൽ നോക്കണമേ, കടലിൽ വീണ യോനായെ ആ കടലിൽ കടന്ന് നഷ്ടപ്പെട്ട അല്ലെ നശിച്ചു പോകാതിരിക്കുവാൻ തമ്പുരാൻ എന്താ അവിടെ ഒരുക്കിയത്? ഒരു തിമിംഗലത്തെ യോനായെ വിഴുങ്ങുവാൻ വേണ്ടി. എന്നാൽ 3 ദിവസക്കാലം ഈ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിച്ച യോനായുടെ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളെ ജീവിതത്തിൽ അനുസരണമില്ലാത്ത വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ അനേക കഷ്ടങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. എന്നാൽ ആ കഷ്ടങ്ങളുടെ നടുവിൽ ഒരു മാനസാന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. 3 ദിവസം മത്സ്യത്തിൻ്റെ വായിൽ കിടന്ന് അയ്യം വിളിച്ച യോനായ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടായി. അതുകൊണ്ടല്ല തമ്പുരാൻ 3-ാമത്തെ ദിവസം അവനെ കൊണ്ട് ആ തിമിംഗലത്തെ കൊണ്ട് ആ കടൽ തീരത്ത് എവിടാ? നിനവേ പട്ടണത്തിൻ്റെ കടൽ തീരത്ത് കൊണ്ട് ഇറക്കിച്ചു, ഛർദ്ദിപ്പിച്ചു. അല്ലേ? നേരത്തെ ഈ കാര്യം യഹോവയാൻ ദൈവം പറഞ്ഞ കാര്യം ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണമായിരുന്നോ? ആ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകണമായിരുന്നോ? ആ കഷ്ടം അനുഭവിക്കണമായിരുന്നോ? വേണ്ടായിരുന്നു. എന്നാൽ തമ്പുരാൻ നമ്മളെക്കുറിച്ച് ഒരു കാര്യം, നമ്മൾ ഇന്ന കാര്യം ചെയ്യണമെന്ന് തമ്പുരാൻ തീരുമാനിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. എങ്ങനെയും നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അതിനുള്ള വഴികളൊക്കെ നമുക്ക് ഒരുക്കിത്തരും. അതിനുള്ള വഴിയോടെ നമ്മളെ സഞ്ചരിപ്പിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. യോന നിനവേൽ ചെന്നിട്ട് നല്ലൊരു പ്രസംഗം ചോദിച്ചാൽ ആ ദേശം അല്ലെ ആ പട്ടണം രക്ഷപ്പെടുമെന്ന് യഹോവ ദൈവത്തിന് അറിയാം.
ആ ദൗത്യം ഏൽപ്പിച്ചത് യോനായാണ്. എന്നാൽ അനുസരണമില്ലാത്ത വഴിയിൽ പോയപ്പോൾ നോക്കണമേ, കട്ടതിൽ കൂടെ യോനായി ആ പ്രദേശത്തേക്ക്, ആ ദേശത്തേക്ക് കർത്താവ് കൊണ്ടുവന്നു. പലപ്പോഴും ഓർക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി തീർന്നു കഴിഞ്ഞാൽ ഒരു കട്ടമില്ലാതെ സന്തോഷമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ തക്കം നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മൾ മുഖാന്തരം അനേകർ വിടിവിക്കപ്പെടും. നമ്മൾ മുഖാന്തരം ഒരു ദേശം വിടിവിക്കപ്പെടും. നമ്മൾ മുഖാന്തരം ഒരു കുടുംബം വിടിവിക്കപ്പെടും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവിക ആലോചനയ്ക്ക് നമ്മൾ ചെവി കൊടുക്കുക. ദൈവിക ആലോചനയ്ക്ക് നമ്മൾ മറുതലിച്ച് പോകരുത്. ദൈവിക ആലോചനയ്ക്ക് മറുതലിച്ച് കഴിഞ്ഞാൽ യോനയുടെ അനുഭവം നമുക്കും ഉണ്ടാകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ നല്ല വചനങ്ങളെ കേട്ടുകൊണ്ട്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ഏറ്റെടുത്തുകൊണ്ട്, ദൈവിക ആലോചനകളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാം. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.